ഇന്നത്തെ ഈ വീഡിയോ യൂട്ടിൽസാറ്റ് 7DBയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതിൽ കാണുന്ന രണ്ട് KU-ബാൻഡ് ഡിഷും ഒന്ന് ABSും അതേപോലെ തന്നെ ഒന്ന് യൂട്ടിൽസാറ്റ് 7DBയും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ എലിവേഷനും എസ്യൂംത്ത് പറയുകയാണെങ്കിൽ എലിവേഷൻ രണ്ടും ഏകദേശം വളരെ സാമ്യം ഒരുപോലെ തന്നെയെന്ന് പറയാൻ പറ്റും. നിങ്ങൾ യൂട്ടിൽസാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം പല ആൾക്കാരും ബുദ്ധിമുട്ടാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇത് വളരെ കൃത്യമായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ വളരെ വിശദമായി തന്നെ വിശദീകരിക്കാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ നിങ്ങൾ DD ഫ്രീ ഡിഷ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഡിഷ് TV സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡിഷ് TV വീഡിയോകോൺ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ടാറ്റ സ്കൈ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡിഗ്രി ഏകദേശം കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ടാറ്റ സ്കൈ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പൊസിഷനായി കിട്ടി. അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ ABS സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടാറ്റ സ്കൈ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്പം ഒന്ന് പടിഞ്ഞാറേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ABS നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന മാർക്ക് ഇപ്പോൾ യൂട്ടിൽസാറ്റാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ റെഡ് മാർക്കുള്ളത് നമ്മുടെ ABS നേരത്തെ സെറ്റ് ചെയ്തപ്പോഴുള്ള ഒരു മാർക്കാണ് ഇതിനകത്ത് കാണുന്നത്. അതിനുശേഷം ABS സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അല്പം പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഒന്ന് തിരിക്കുക. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് വളരെ ചെറിയ ഒരു 5 mm അത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്നൽ കയറി വരുന്നതാണ് യൂട്ടിൽസാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ടാറ്റ സ്കൈ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിഗ്നൽ കയറി വരും. പക്ഷേ യൂട്ടിൽസാറ്റിന് അത്ര പെട്ടെന്ന് സിഗ്നൽ കയറി വരില്ല. വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയറി വരികയുള്ളൂ, സിഗ്നൽ വരികയുള്ളൂ. ഇതിൻ്റെ LMBs നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ചത് ടാറ്റ സ്കൈയുടെ LMB ആണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ല LMB തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ പഴയ LMB ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കാലം പഴക്കമുള്ള കുറച്ച് സിഗ്നൽ വീക്കുള്ള LMBകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DD ഫ്രീ ഡിഷ് അതുപോലെ സാറ്റലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിലും അത് കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു ചാനൽ കിട്ടാൻ വേണ്ടി സിഗ്നൽ ആദ്യം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഗെയിനുള്ള LMB നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗെയിനുള്ള LMB നിങ്ങൾ ഉപയോഗിക്കുക. ടാറ്റ സ്കൈയുടെ നോർമൽ LMB ആണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വീഡിയോ കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി മെച്ചം ടാറ്റ സ്കൈയുടെ LMB ആയതുകൊണ്ടാണ് ഞാൻ ടാറ്റ സ്കൈയുടെ LMB സെറ്റ് ചെയ്തത്. ABSൻ്റെ സെയിം എലിവേഷൻ തന്നെയാണ് നമുക്ക് യൂട്ടിൽസാറ്റിൽ വരുന്നത്. അധികം മാറ്റങ്ങളൊന്നുമില്ല. വൈഡ് ബീമിലാണ് നമുക്ക് ഈ ചാനലുകൾ ലഭിക്കുന്നത്. നല്ലപോലെ നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. 2 ഫീറ്റിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനൊന്ന് ബ്ലൈൻഡ് സ്കാൻ അടിക്കുകയാണ്. TV സ്ക്രീനിൽ കാണാൻ പറ്റും. യൂട്ടിൽസാറ്റ് 7DBയിൽ മുൻപ് ഉള്ളതിനേക്കാളും കൂടുതൽ ചാനലുകൾ ആഡായിട്ടുണ്ട്. അതേപോലെ തന്നെ HD ചാനലുകൾ ഇതിനകത്ത് ആഡായിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നേരത്തെ പറഞ്ഞ ABS സെറ്റ് ചെയ്തതിന് ശേഷം അല്പം നമ്മൾ പടിഞ്ഞാറേക്ക് തിരിക്കുമ്പോഴാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, മീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റിസീവർ നിങ്ങളുടെ മുൻപിൽ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് തിരിക്കുകയാണെങ്കിൽ നിങ്ങളതിലെ മാക്സിമം സിഗ്നൽ എടുക്കുക. അതിനുശേഷം വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊസിഷൻ എത്തുന്ന സമയത്ത് അതിലെ സിഗ്നൽ കട്ടാവുന്നതാണ്. ആ സ്ഥലത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത യൂട്ടിൽസാറ്റിൻ്റെ TP സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള TP എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ MTA എന്ന ഒരു ചാനലുണ്ട്. അത് തന്നെയാണ് നല്ല സിഗ്നലുള്ള ഒരു TP. അതും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു TP ഉണ്ട്. അത് എല്ലാ സമയം നമുക്ക് ലഭിക്കുമോ എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ TPയെ കുറിച്ച് പറയാത്തത്. എന്നാലും അതിന് നല്ല സിഗ്നലുണ്ട്. ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിനകത്ത് എല്ലാ TPയും, അതായത് നമുക്ക് ലഭിക്കുന്ന എല്ലാ ചാനലിൻ്റെ എല്ലാ TPയും കാണിക്കുന്നുണ്ട്. ഈ TP കാണിക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ തന്നെ ആദ്യം ബ്ലൈൻഡ് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് മുഴുവൻ TPയും, അതായത് മുഴുവൻ ചാനലും സ്കാനായിട്ട് വന്നിട്ടില്ല.
5 ചാനൽ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് 7 വന്നു. വീണ്ടും ചെയ്യുന്ന സമയത്ത് 8 ചാനൽ വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കഴിയുന്നതും ഇതിലെ TPകൾ നിങ്ങൾ നോക്കിയിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കുക. ബ്ലൈൻഡ് സ്കാൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എല്ലാ ചാനലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനകത്തുള്ള എല്ലാ TPകളും നോക്കിയതിന് ശേഷം നിങ്ങൾ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫുൾ സ്കാൻ അടിക്കുക. അതായത് ബ്ലൈൻഡ് സ്കാനിൻ്റെ ഓപ്ഷന് പകരം നിങ്ങൾ ഫുൾ സ്കാൻ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ TPകളും നിങ്ങൾക്ക് ആഡായി വരുന്നതാണ്. അതിനകത്ത് ലഭിക്കുന്ന എല്ലാ ചാനലുകളും ആ TPക്കകത്തുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് 2100 Pro സോളിഡിൻ്റെ റിസീവറാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ട്യൂൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 2100 Pro സോളിഡിൻ്റെ റിസീവറാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ പൊതുവേ മുൻപ് യൂട്ടിൽസാറ്റിൽ ലഭിച്ചുകൊണ്ടിരുന്ന സിഗ്നലിനേക്കാളും കൂടുതൽ സിഗ്നൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്ക്രാമ്പിഡ് ചാനലുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യം വന്നിട്ടുള്ളത് ഒരു സ്ക്രാമ്പിഡ് ചാനലാണ് വന്നിട്ടുള്ളത്. പിന്നീട് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. അത് നമുക്ക് സ്ക്രാമ്പിഡ് മോഡ് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറുകളും ഒന്നും മാറ്റം വരുത്താത്ത FT റിസീവറിൽ, സാധാരണ റിസീവറിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 5 ചാനൽ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടി സ്കാൻ ചെയ്യുന്നു. ഇതാ ഇപ്പോൾ നേരത്തെ ഇതിനകത്ത് മീഡിയ TV വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് വീണ്ടും കയറി വന്നിരിക്കുകയാണ് മീഡിയ TV എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് 7 ചാനലുകൾ, നേരത്തെ പറഞ്ഞ പോലെ 7 ചാനലുകൾ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ TP സ്കാൻ ചെയ്തപ്പോൾ അതിൽ കൂടുതൽ ചാനലുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത് സ്ക്രാമ്പിഡ് ചാനലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻകറപ്റ്റ് പ്രോഗ്രാം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ചാനലുകൾ നമുക്ക് ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ചില സമയങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് ചാനൽ മാറ്റുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ ചാനൽ അപ്പം തന്നെ ലഭിക്കുന്നില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാനൽ വരുന്നുള്ളൂ എന്ന ഒരു പ്രശ്നം ചില ചാനലുകൾക്കുണ്ട്. എല്ലാ ചാനലിനും അതല്ല. അതേപോലെ MTA 1 HD എന്ന് കാണുന്ന ഈ ഒരു ചാനൽ, ഇതിനകത്ത് നമുക്ക് ഞാൻ മുൻപ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനകത്ത് നമുക്ക് ചില സമയങ്ങളിൽ വരുന്ന അതിനകത്തുള്ള പ്രസംഗങ്ങളൊക്കെ നമുക്ക് മലയാളം, തമിഴ്, ബംഗാളി അങ്ങനെ ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓഡിയോ എന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ മാറ്റാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഭാഷ, ഹിന്ദി, തമിഴ്, നേരത്തെ പറഞ്ഞ പോലെ മലയാളം, അങ്ങനെ അതിനകത്ത് ഇംഗ്ലീഷ്, ഇതൊക്കെ നമുക്ക് വരുന്നതാണ്. അങ്ങനെ ഏത് ഭാഷയിൽ വേണമെങ്കിലും ആ ചാനൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചാനൽ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് 8ഓളം ചാനലുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്ക് 7 ചാനൽ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചാനലാണ്. മുൻപ് MTA എന്ന HD ചാനൽ മാത്രമാണ് ഇതിനകത്ത് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് അൽ നയീം എന്ന TV HD എന്ന ഒരു ചാനൽ കൂടി നമുക്ക് HD ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.